ആക്ച്വൽ സിനാരിയോയെ എന്തുമാത്രം മാറ്റിമറിച്ചുകൊണ്ടാണ് ഈ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഓരോ ദിവസവും മുമ്പോട്ട് പോകുന്നത് എന്നുള്ളതിന്റെ ഉത്തമോദാഹരണം ഇന്ന് ഈ രാഷ്ട്രീയ പകലിൽ കേരളം കണ്ടു എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, പ്രതിപക്ഷ നേതാവായിരുന്ന വി.ഡി. സതീശൻ ശക്തമായ വിലക്കയറ്റത്തിനെതിരെ ആ വിലക്കയറ്റത്തെ നിയന്ത്രിക്കാൻ വേണ്ടി ഒരു സ്റ്റേറ്റ്മെന്റ് പറയാ 15ാം നിയമസഭയിൽ. എന്തായിരുന്നു അത്? മൂന്നിൽ ഒരു ഭാഗമെങ്കിലും നികുതി കുറച്ചുകൊണ്ട് ഈ വിലക്കയറ്റത്തിൽ നിന്ന് നിങ്ങൾക്ക് ഈ സംസ്ഥാന സർക്കാരിന്, ഈ നാടിനെ, ജനങ്ങളെ ഒന്ന് രക്ഷിച്ചുകൂടെ എന്ന് ചോദിക്കുമ്പോൾ അതിന് സഭയ്ക്ക് പുറത്തിരുന്ന് അന്നത്തെ മുൻ ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ്, അത്ര വലിയ മണ്ടത്തരം ഞങ്ങൾ കാണിക്കില്ല എന്ന്. അവരാണ് പറയുന്നത് ഇന്ന് നികുതി കുറയ്ക്കാൻ ഈ സർക്കാരിനോട് എന്ന് പറഞ്ഞ് തടിതപ്പാൻ നോക്കുമ്പോ ഫാക്ട്സ്, റിയാലിറ്റി, ആക്ച്വൽ വസ്തുതകളെ എടുത്ത് സമൂഹത്തിന് ചർച്ചയ്ക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ് സാക്ഷാൽ തോമസ് ഐസക്. എന്താണത്? BJP ശക്തമായി ക്രൂഡ് ഓയിൽ വില കൃത്യമായി കുറയുമ്പോഴും BJP ഗവൺമെന്റ് അന്ന് നികുതി കൂട്ടുകയാണ് ചെയ്തത് എന്നുള്ളതാണ്. കേന്ദ്ര സർക്കാർ നികുതി കൂട്ടി വില കൃത്യമായി കുറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ, ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കുറവ് രേഖപ്പെടുത്തിയ സാഹചര്യം ഉണ്ടാകുമ്പോഴും BJP നികുതി കൂട്ടിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ്. എണ്ണവില വർദ്ധിച്ചപ്പോഴോ വീണ്ടും അതിന്റെ മേൽ പെട്രോൾ വില കൂട്ടി എന്നുള്ളതാണ്. കേന്ദ്രം നികുതി കൂട്ടുക, സംസ്ഥാനം കൂട്ടാത്ത നികുതി കുറയ്ക്കാൻ പറയുക എന്നുള്ള സാഹചര്യമാണ് അന്ന് ഉണ്ടായത്. സംസ്ഥാനം സ്റ്റേബിളായി നികുതിയെ നിർത്തുക, കേന്ദ്രം കൃത്യമായി കൂട്ടിക്കൊണ്ടിരുന്നു. പെട്രോൾ വില കൂടിയപ്പോൾ, ക്രൂഡ് ഓയിൽ വില വീണ്ടും കൂടിയപ്പോൾ പെട്രോളിന്റെ വില വീണ്ടും കൂട്ടി, നികുതി കൂട്ടി. ഈ സാഹചര്യത്തിൽ നിന്ന് സംസ്ഥാനം കൂട്ടാത്ത നികുതിയെ കുറയ്ക്കണമെന്ന് സതീശൻ പറഞ്ഞതിനെയാണ് ആ മണ്ടത്തരം ഞങ്ങൾ ചെയ്യില്ല എന്ന് തോമസ് ഐസക് അന്ന് പറഞ്ഞത് എന്നുള്ളതാണ്. ഇന്ന് എന്താണ് അവസ്ഥ? സംസ്ഥാനം വിവിധ തരത്തിലുള്ള തെരഞ്ഞെടുപ്പുകളും ഒക്കെയായി അധിക നികുതി കേന്ദ്രം കുറച്ചിരിക്കുകയാണ്. അധിക നികുതി കേന്ദ്രം കുറച്ചു. 100 രൂപയിൽ നിന്ന് 115 രൂപയിലേക്ക് പെട്രോൾ വന്നു. 5 രൂപ കൂടി വന്നിരിക്കുന്നു. ഇനിയും 120ലേക്ക് എത്തണമെന്ന് എണ്ണ കമ്പനികൾ ശുപാർശ ചെയ്യുന്നു. 2000 കോടി രൂപയുടെ അധിക വരുമാനം സംസ്ഥാന സർക്കാരിന് കിട്ടുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഈ സാഹചര്യത്തിൽ ഒരല്പമെങ്കിലും കുറയ്ക്കുക എന്നുള്ളത് വി.ഡി. സതീശൻ സർക്കാരിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്തമാണ് എന്നുള്ളതാണ്. അന്ന് സംസ്ഥാനം കൂട്ടാത്ത നികുതിയെ കുറയ്ക്കാൻ പറയുക, ഇന്ന് വലിയ രീതിയിൽ പെട്രോളിന്റെ വില 100ൽ നിന്ന് 115ലേക്കും 115ൽ നിന്ന് 120ലേക്കും കൂട്ടണമെന്ന് എണ്ണ കമ്പനികൾ പറയുമ്പോൾ അധിക വരുമാനമായി കിട്ടാൻ പോകുന്ന 2000 കോടി രൂപയുണ്ട് എന്നുള്ള സത്യാവസ്ഥ കൂടി ഇവിടെയാണ് ഒരല്പമെങ്കിലും കുറച്ചു കൊടുക്കാൻ വേണ്ടി പറയുക എന്നുള്ളത്. ഈ യാഥാർത്ഥ്യത്തെയാണ് ആക്ച്വലി വി.ഡി. സതീശൻ ഇന്ന് മറച്ചു വെച്ചുകൊണ്ട് വിലവർധനയ്ക്കെതിരെ ഇടതു സർക്കാരുകൾ ഒന്നും ചെയ്യാത്തവർ ഇപ്പോൾ വിലപിക്കുന്നു എന്ന സ്റ്റേറ്റ്മെന്റ് കൂടി പറയുന്നത്.